ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇത് ഓവനില്ലാതെ ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മിക്സിയിലാണ് ഈ ഒരു ബാറ്ററൊക്കെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് വന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മൈദ ഒന്ന് അരിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു 3 തവണ അരിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇത് ഒരു വട്ടം ഞാനൊന്ന് അരിച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറാണ് വേണ്ടത്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 മുട്ടയാണ് ചേർക്കുന്നത്. അപ്പോൾ വലിയ മുട്ടയാണെങ്കിൽ ഒരു 3 എണ്ണം ചേർത്താൽ മതിയാവും. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കണം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് മുട്ടയുടെ ഒട്ടും മണമില്ലാതിരിക്കാനായിട്ട് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസും വാനില എസൻസും ചേർക്കുന്നുണ്ട്. നല്ലപോലെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഓയിലാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിൽ മെൽറ്റ് ചെയ്തിട്ട് ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ സാവധാനത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു തടിയുടെ തവി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ബേക്ക് ചെയ്യുന്നത് ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ്. കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുള്ള കേക്ക് ടിന്നാണ്. ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കുക. ഒരു 35-40 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം. അപ്പോൾ ഇതിലേക്കുള്ള നട്ട്സൊക്കെ ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. കുറച്ച് കാഷ്യൂസും പീനട്ടും ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/3 കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണൊക്കെ വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മെൽറ്റാക്കിയിട്ട് നന്നായിട്ടൊന്ന് കാരമലായി വരണം. അപ്പോൾ നന്നായിട്ട് കാരമലായി വന്നിട്ടുണ്ട്. നല്ല ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കണം, ഒന്ന് മെൽറ്റായി തുടങ്ങിക്കഴിഞ്ഞാൽ. എന്നിട്ട് നട്ട്സ് കൂടി ഇട്ടിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഒരു ബട്ടർ പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തണുക്കാൻ വെച്ചിട്ടുണ്ട്. കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ്. നമ്മൾ മിക്സിയിൽ ചെയ്താലും നല്ലപോലെ തന്നെ കിട്ടും. കേക്ക് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് 3ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് ഫസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ ഒരു എസൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു കളറിലുള്ളത്. 1 കപ്പ് വെള്ളം, ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഷുഗർ സിറപ്പ്. ഇതിലേക്കായിട്ട് ഞാനൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. കേക്ക് നനച്ച് കൊടുത്തിട്ട് അതിലേക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള കാരമൽ ചെയ്തിട്ടുള്ള നട്ട്സ് ഒന്ന് പൊടിച്ചെടുത്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് പൊടിഞ്ഞുകൊണ്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്കിനി ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷ് ചേർത്ത് കൊടുക്കാം. ഇത് വാങ്ങിയിട്ടുള്ളതാണ്. അല്ലാതെ നമുക്ക് ഇതിനു മുമ്പ് ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ബട്ടർ സ്കോച്ച് സോസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. രണ്ടാമത്തെ കേക്ക് പീസും വെച്ച് കൊടുത്തിട്ട് അതിലേക്കും സിറപ്പ് കൊണ്ട് ഒന്ന് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തെടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ലെയറിലും കാരമൽ ചെയ്തിട്ടുള്ള നട്ട്സും ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു ക്രഷും കൂടെ ചേർത്ത് കൊടുക്കാം.
കേക്ക് മൊത്തത്തിലൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഒരു 10 മിനിറ്റ് ഈ കേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കാം. ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് യെല്ലോ കളർ കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പുറമേ കൊടുക്കാനുള്ള വിപ്പിംഗ് ക്രീമാണിത്. കേക്ക് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് തന്നെ വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് സൈഡിലെല്ലാം ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെയാണ് ഈ ക്രീം ഇതിലേക്ക് സൈഡിലൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന ഏത് രീതിയാണെന്ന് വെച്ചാൽ അതേ രീതിയിൽ ചെയ്താൽ മതി. എനിക്ക് ഒന്നുകൂടെ ഈസി ആയിട്ട് തോന്നുന്നത് ഇങ്ങനെ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗിൽ ക്രീം എടുത്തിട്ട് മൊത്തത്തിൽ ക്രീം കവർ ചെയ്തെടുത്താലും മതി. കേക്ക് ഇപ്പോൾ ഒന്ന് ഫിനിഷാക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബട്ടർ സ്കോച്ചിൻ്റെ ആ ക്രഷാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്കിൽ ഒരു സൈഡിലായിട്ട് റോസറ്റ് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വിൽട്ടൻ്റെ 1B എന്ന് പറഞ്ഞിട്ടുള്ള നോസിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു ടോപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെയിം കൂടെ എഴുതി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗോൾഡൻ ബീഡ്സ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് നന്നായിട്ട് തണുപ്പിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും കേക്ക് തണുപ്പിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ കേക്കിന് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്